സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടയിലും ഗസയിൽ യുദ്ധം തുടരുന്നു. പലസ്തീൻ ജനതയ്ക്ക് നേരെ ക്രൂരമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. അതിർത്തികൾ അടച്ച് അവശ്യ സാധനങ്ങൾ ഗസയിൽ പ്രവേശിക്കുന്നത് തടഞ്ഞും ഇസ്രായേൽ സൈന്യം ഗസയെ വീർപ്പുമുട്ടിക്കുന്നു. അതിനിടെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഹമാസ് തിരിച്ചടിച്ചെന്ന റിപ്പോർട്ട് വരുന്നു. ഇസ്രായേൽ സൈനിക വാഹനങ്ങൾ ആക്രമിച്ചെന്ന് അവകാശപ്പെടുന്ന വീഡിയോ ഹമാസ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഹമാസിൻ്റെ സൈനിക വിഭാഗമായ ഇസുദ്ദീൻ അൽ ഹസാം ബ്രിഗേഡ്സാണ് ശനിയാഴ്ച വീഡിയോ പുറത്തിറക്കിയത്. ഗസയിൽ ആക്രമണം തുടരുന്ന ഇസ്രായേൽ സേനയെ നേരിട്ട് ആക്രമിച്ചതിൻ്റെ ദൃശ്യങ്ങളെന്ന് അവകാശപ്പെട്ടാണ് അൽ ഹസാം ബ്രിഗേഡ്സ് വീഡിയോ പുറത്തുവിട്ടത്. ഗസ നഗരത്തിൻ്റെ കിഴക്ക് തുഫയിൽ വെച്ചാണ് സായുധ സംഘം ഇസ്രായേൽ പ്രതിരോധ സേനയെ ആക്രമിച്ചത്. എന്നാൽ സംഭവത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വടക്കൻ ഗസയിൽ അതിശക്തമായ കര-വ്യോമ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. അതിനിടെയാണ് ആക്രമണ വീഡിയോ ഹമാസ് പുറത്തുവിട്ടത്. ഗസയിൽ ആക്രമണത്തിനിടെ ഒരു പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടതായും 5 പേർക്ക് പരിക്കേറ്റതായും ശനിയാഴ്ച ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരുന്നു. ഗസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുന്നതിനിടെ ഹമാസിൻ്റെ തടവിൽ കഴിയുന്ന ബന്ദികളുടെ മോചനം അനിശ്ചിതത്വത്തിലാകുന്നു. ഇതിനെതിരെ കനത്ത പ്രതിഷേധമാണ് ഇസ്രായേലിൽ ഉയരുന്നത്. യുദ്ധം അവസാനിപ്പിച്ചും ബന്ദികളെ മോചിപ്പിക്കണമെന്ന ആവശ്യമാണ് ബന്ദികളുടെ ബന്ധുക്കൾ ഉയർത്തുന്നത്. എന്നാൽ ആക്രമണവുമായി നെതന്യാഹു മുന്നോട്ടു പോവുകയാണ്. ദിനംപ്രതി കൂട്ടക്കുരുതിയുടെ വാർത്തകളാണ് ഇസ്രായേലിൽ നിന്ന് കേൾക്കുന്നത്. അതിനിടെ ബന്ദി മോചനവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഹമാസ് നടത്തി. ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചാൽ ഗസയിൽ നിന്ന് ശേഷിക്കുന്ന എല്ലാ തടവുകാരെയും മോചിപ്പിക്കുമെന്നാണ് ഹമാസിൻ്റെ പ്രഖ്യാപനം. പലസ്തീൻ തടവുകാരെ ലഭിക്കുന്നതിന് പകരമായി എല്ലാ ഇസ്രായേൽ തടവുകാരെയും മോചിപ്പിക്കുക, ഗസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുക, പുനർനിർമ്മാണം ആരംഭിക്കുക, ഉപരോധം പിൻവലിക്കുക എന്നിവയുൾപ്പെടെ സമഗ്ര ചർച്ചകൾക്ക് ഹമാസ് തയ്യാറാണെന്നും ഹമാസ് പറഞ്ഞു. ഹമാസിൻ്റെയും മറ്റ് പ്രതിരോധ ഗ്രൂപ്പുകളുടെയും നേതൃത്വം ക്രൂരമായ ആക്രമണവും വംശഹത്യയും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജനുവരി 19 ആരംഭിച്ച് 6 ആഴ്ച നീണ്ടുനിന്ന വെടിനിർത്തൽ കരാർ ഉപേക്ഷിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണെന്നും ഹമാസ് കുറ്റപ്പെടുത്തി. 3 ഘട്ടങ്ങളായിരുന്നു കരാറിൽ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ 2ാം ഘട്ടത്തിൽ ഇസ്രായേൽ ഗസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങേണ്ട സമയമായപ്പോൾ ഇസ്രായേൽ ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറി. ഗസയിലേക്ക് വരുന്ന സാധനങ്ങൾക്കും ഭക്ഷണത്തിനും മറ്റ് സഹായങ്ങൾക്കും ഇസ്രായേൽ വീണ്ടും സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തി. മാർച്ച് 15 ആയപ്പോഴേക്കും നെതന്യാഹു ഗസയ്ക്കെതിരെ പൂർണ്ണതോതിലുള്ള യുദ്ധം പുനരാരംഭിച്ചു. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ഇതുവരെ 51,000-ത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ സർക്കാരുമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. അതോടെ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും ഹമാസുമായി വീണ്ടും ആശയവിനിമയം നടത്തി. റമദാൻ അവസാനത്തോടെ അവരുടെ നിർദ്ദേശം ഞങ്ങൾ സമ്മതിച്ചു. എന്നാൽ നെതന്യാഹു തൻ്റെ രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കാൻ യുദ്ധവും ആക്രമണവും തുടരുമെന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്നും ഹമാസ് പറഞ്ഞു. മാർച്ച് 30 വിശുദ്ധ മാസം അവസാനിച്ചു. അതിനുശേഷം ഇസ്രായേൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചു. അസാധ്യമായ വ്യവസ്ഥകളാണ് ഇസ്രായേൽ മുന്നോട്ട് വച്ചത്. ഹമാസ് നിരായുധരാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. അധിനിവേശത്തെ ചെറുക്കുക ജനങ്ങളുടെ സ്വാഭാവിക അവകാശമാണെന്നും ഹമാസ് വ്യക്തമാക്കി. ഹമാസ് നെതന്യാഹുവിൻ്റെ ഭാഗിക കരാറുകളുടെ ഭാഗമാകില്ല. കാരണം ഹമാസ് താൽക്കാലിക വെടിനിർത്തലല്ല, യുദ്ധത്തിന് സ്ഥിരമായ ഒരു അന്ത്യമാണ് തേടുന്നത്. വെടിനിർത്തലിനായി ഗസയിലെ എല്ലാ സായുധ ഗ്രൂപ്പുകളും ഇസ്രായേലിന് കീഴടങ്ങണമെന്ന ആവശ്യമാണ് ഇസ്രായേൽ ഉയർത്തിയത്. എന്നാൽ ഈ ഉപാധി ഹമാസ് തള്ളിയിട്ടുണ്ട്. വെടിനിർത്തൽ ശ്രമങ്ങൾ തകിടം മറിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നതായും ഹമാസ് ആരോപിക്കുന്നു.